ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ പാർട്ട് 2 സെക്ഷൻ എ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുതിയ നോട്ടാ എല്ലാവർക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നോട്ടാണോ? പുതിയതാണ്. പുതിയതാണല്ലേ? എന്റെ സെയിം നോട്ടാ സർ. ഒരുപാട് ബാക്കിയുണ്ടോ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ? കൊറേ ഉണ്ട്. രണ്ടാമത്തെ രണ്ടാമത്തെ ബുക്കിന്റെ കുറച്ചായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാൽഭാഗം. സെക്കൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനും അതേ സെയിം കണ്ടന്റ് തന്നെ ഉണ്ടോ? കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാണ്ടോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, നമ്മുടെ പാർട്ട് 2 സെക്ഷൻ എന്റെ പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. റേഷ്യോ എന്നാണ് എല്ലാവരും ഷോർട്ട് ആക്കിയിട്ട് ഈ സെക്ഷൻ വിളിക്കാം. ഓക്കെ, നോർമലി എല്ലാവരും ബാച്ച് തുടങ്ങുമ്പോൾ ഈ സെക്ഷൻ വെച്ചാണ് അധികം ആൾക്കാരും സ്റ്റാർട്ട് ചെയ്യല്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സെക്ഷൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ ഓക്കെ. സോ എന്താണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. അതിലെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. അതിൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അനാലിസിസ് നടത്തും. ഓക്കെ, ഏതൊക്കെയാണ് ആരാധന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ആരാധന, ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പറഞ്ഞേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതൊക്കെ അല്ലേ? അതെ അതെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടല്ലേ? അതായത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലേ? സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫസ്റ്റത്തെ 2 ക്ലാസ് ബേസിക് ക്ലാസ് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? ഇൻകം സ്റ്റേറ്റ്മെന്റ്, 2 ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഗ്രോസ് പ്രോഫിറ്റ് മോഡലും കോൺട്രിബ്യൂഷൻ മോഡലും അല്ലെ? ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ ആണ് ബാലൻസ് ഷീറ്റ്. തേർഡ് വൺ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഫോർത്ത് വൺ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. ഫിഫ്ത് വൺ ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഐശ്വര്യ 2014 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്താണ് അല്ലെ ഐശ്വര്യ? അത് കഴിഞ്ഞുകൊണ്ട് വർക്കിന് കയറിയതാണ്. വർക്കിംഗ് ചെയ്യാനാണ്. അപ്പം നമ്മുടെ ബേസിക്സ് ഇഷ്യൂ ഉണ്ടാവും മേ ബി. ബേസിക്സ് ഒക്കെ കുറച്ചൊക്കെ അറിയാം. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റും ഇതൊക്കെ അറിയാം. ലയബിലിറ്റി, അസറ്റ് ആ, ഒക്കെ അല്ലേ? അതായത് നമ്മുടെ സെക്ഷൻ ഇന്റെ ക്ലാസ്സിന്റെ മുന്നേ നമുക്ക് 2 ക്ലാസ് ബേസിക് സ്കില്ലിന്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് റെക്കോർഡിങ്സ് അതിന്റെ റെക്കോർഡ്സ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചായിരുന്നു. അതിന്റെ റെക്കോർഡിങ്സ് ഇല്ല, അത് ഗൂഗിൾ മീറ്റിലായിരുന്നു. അപ്പോ ഇൻ കേസ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും വേർഡ് ഡൗട്ട് എന്നാൽ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ്, P&L അക്കൗണ്ട്, ഇതാണ് നമ്മുടെ സംഭവം. സോ ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. 5 ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. പക്ഷെ ഈ സെക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും. ഈ ഫസ്റ്റത്തെ 2 ഐറ്റംസ് ആണ്. ഈ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ പാർട്ട് 1 സെക്ഷൻ എയിലാണ് പഠിക്കുക. ഓക്കെ, സോ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്.
സോ എന്തിനാണ് നമ്മുടെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ആ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ആ ഒരു വർഷം എത്ര സെയിൽസ് നടന്നു, ആ ഒരു വർഷം എത്ര കോസ്റ്റ് വന്നു, എത്ര ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വന്നു, എത്ര ടാക്സ് അടിച്ചു, എത്ര നെറ്റ് ഇൻകം ഉണ്ട് അല്ലെ, അതൊക്കെയാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഒരു വർഷത്തെ കംപ്ലീറ്റ് പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ പോയിന്റ്, ഏതോ ഒരു പോയിന്റിൽ മോസ്റ്റ് പ്രോബ്ലി ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ കമ്പനിക്ക് എന്തൊക്കെ അസറ്റ്സിന്റെ ബാലൻസ് ഉണ്ട് അല്ലെ, എന്തൊക്കെ ബാലൻസ് ആണ് അസറ്റ്സിൽ ഉള്ളത്, എന്തൊക്കെ ബാലൻസ് ആണ് ലയബിലിറ്റീസ് ഉള്ളത്, എന്തൊക്കെ ബാലൻസ് ആണ് ക്യാപിറ്റൽ ഉള്ളത്. സോ നമ്മൾ ഈ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു അനാലിസിസ് നടത്താൻ പോവാണ്. നോർമലി ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സോ അത് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോസസ്സും നമുക്കില്ല, എന്നാലും നമ്മൾ ബേസിക് ആയിട്ട് അത് പഠിക്കണം. ബട്ട് ആക്ച്വലി ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും എടുത്തിട്ട് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യും, അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഇത്ര സെയിൽസ് നടന്നു, അല്ലെങ്കിൽ ഈ വർഷം സെയിൽസ് കൂടി കുറഞ്ഞു, എന്തുകൊണ്ട് കൂടി, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് എത്ര ഡെപ്റ്റ് ഉണ്ട്, നമ്മുടെ കമ്പനി ഡെപ്റ്റ് നമുക്ക് വീട്ടാനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എല്ലാ കമ്പനീസും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ, പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഒരു റിലയൻസിന്റെ ഷെയർ വാങ്ങണമെങ്കിൽ ഒരു 1500 രൂപ സ്പെൻഡ് ചെയ്താൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോവാം, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എനിക്ക് റിലയൻസ് എന്നൊരു കമ്പനിയിലെ ഒരു ഭാഗമാവും അല്ലെ. ഒരു 1500 രൂപ കൊടുത്താൽ റിലയൻസിന്റെ ഒരു ഷെയർ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കമ്പനീന്റെ ഒരു ചെറിയൊരു പാർട്ടാണ്. അപ്പം ആ ഒരു കമ്പനിയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്, എന്തൊക്കെ അവർക്ക് അസറ്റ്സിന്റെ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെത്ര സെയിൽസ് നടത്തുന്നുണ്ട്, അവരെത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അവരെത്ര പ്രോഫിറ്റ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ അത് എനിക്ക് അറിയിച്ചു തരാന്നുള്ള ഒരു ഉത്തരവാദിത്വം റിലയൻസ് എന്ന കമ്പനിക്കും ഉണ്ട്. സോ പബ്ലിക്കിന്റെ ഫണ്ട് എടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പബ്ലിക്കിന് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിച്ചു കൊടുക്കാന്നുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്, ആ കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ചുമ്മാ ഒരു കമ്പനിയിൽ, സോ ഈ റിലയൻസ് എന്നുള്ള കമ്പനി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണ്, ആ കമ്പനിക്ക് അധികം കടമൊന്നുമില്ല. ഓക്കെ, ആ കമ്പനിക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കടം വീട്ടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണെന്ന് എനിക്ക് ബോധ്യം വന്നാലേ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ എന്തിനാ ഈ 1500 ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഷെയർ വാങ്ങിയിട്ട് എന്തിനാ ഞാൻ അവരുടെ ഒരു പാർട്ട് ടൈം പറഞ്ഞത്, എനിക്ക് അതിനുള്ള ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലെ. ഈ പബ്ലിക്കിന്റെ റേസ് ചെയ്ത ഫണ്ട് കൊണ്ട് റിലയൻസ് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു, അവർ പുതിയ ഔട്ട്ലെറ്റ് ഇടുന്നു അല്ലെ. സോ അവർ എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അഥവാ പബ്ലിക്കിന്റെ ഫണ്ട് റേസ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്യും, ഒരു പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് തരും അല്ലെ, അതാണ് ഡിവിഡൻഡ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ കമ്പനിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ആ കമ്പനി എങ്ങനത്തെ ഒരു കമ്പനിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഡെപ്റ്റ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ ഇക്വിറ്റി ആണോ കൂടുതൽ, ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കടം വീട്ടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള പൈസ അവർക്ക് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത്. ഓക്കെ, ഇനി ആസ് എൻ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് മറ്റുള്ള കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അല്ലെ, നമുക്ക് ആ കമ്പനീനെ നല്ലതാണോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കണം. ഇനി വേറെ ഒരു സ്വന്തം കമ്പനീന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ കമ്പനി റൺ ചെയ്യാണ്, ഞാൻ എന്തുകൊണ്ട് എന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഒരു ലോൺ കിട്ടണമെങ്കിൽ അല്ലെ, എനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോൺ കിട്ടണമെങ്കിൽ എന്റെ ലോൺ തരാൻ പോണ ബാങ്ക് എന്ത് ആവശ്യപ്പെടും, നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യപ്പെടും. നമ്മളെ കമ്പനി നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനി ആണെങ്കിൽ ലോൺ തരുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു സപ്ലയർ, നമ്മളെ കമ്പനിയുടെ സപ്ലയർ നമുക്ക് ക്രെഡിറ്റിന് സാധനം തരണമെങ്കിൽ നമ്മുടെ കമ്പനി നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ള, അല്ലെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനി ആണെന്ന് അവർക്ക് ബോധ്യം വരണം. അങ്ങനെ ബോധ്യം വരാനുള്ള തെളിവാണ് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഈ ബാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. ഓക്കെ, സോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആസ് എ കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പബ്ലിക്കിന് അത് കൊടുക്കണം. പിന്നെ ടാക്സ് അതോറിറ്റി അല്ലെ, നമ്മൾ ലാഭം ഉണ്ടാക്കിയത് അതിനാണ് നമ്മൾ ടാക്സ് അടിക്കുന്നത്. സോ നമ്മൾ എത്ര ലാഭം ഉണ്ടാക്കി, എത്ര സെയിൽസ് ഉണ്ടാക്കി എന്നൊക്കെ ടാക്സ് അതോറിറ്റിക്ക് അറിയേണ്ടി വരും, ഗവൺമെന്റിന് അറിയേണ്ടി വരും അല്ലെ. ഒരുപാട് ആൾക്കാർക്ക് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ടോപ്പിക് പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ
നമ്മളിപ്പോ ഈ സെക്ഷനിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു അനാലിസിസ് ആണ്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റിനും അതിന്റെ ഉള്ള കുറച്ച് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് ഒരു റേഷ്യോസ് ബിൽഡ് ചെയ്തിട്ട് ഒരുപാട് റേഷ്യോസ് നമ്മൾ പഠിക്കും. മോർ ദാൻ 40 റേഷ്യോസ് നമ്മൾ പഠിക്കും. ഓക്കെ, ആ റേഷ്യോസ് യൂസ് ചെയ്തിട്ട് ഒരു കമ്പനീനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. സോ നമ്മൾ ഇന്ന് എക്സാക്ട് ടോപ്പിക്കിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെക്ഷൻ ഇന്റെ ക്ലാസ് കൊടുക്കുന്നതിന് മുന്നേ 2 ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് പഠിച്ചായിരുന്നു അല്ലെ? ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിച്ചതാണ്. ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഉള്ളിൽ എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്താണ് അതിലെ എലമെന്റ്സ് എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായാൽ നമുക്ക് ഈ സെക്ഷൻ വളരെ എളുപ്പം. ഓക്കെ, സോ ഇന്നും നാളെയും എന്താണ്, നാളെ മിക്കവാറും നമുക്ക് ടോപ്പിക്കിൽ കടക്കാൻ പറ്റും. ഇന്ന് എക്സാക്ട്ലി നമുക്ക് ഒന്നും കൂടി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ എലമെന്റ്സും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് മോഡലും ഒന്ന് കോൺട്രിബ്യൂഷൻ മോഡലും. നമ്മൾ സെക്ഷൻ ഇയിൽ കോൺട്രിബ്യൂഷൻ മോഡൽ നോക്കിയിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മോഡലും നോക്കിയിട്ടുണ്ടാവും അല്ലെ? കൂടുതൽ നമ്മൾ കോൺട്രിബ്യൂഷൻ മോഡലാണ് നോക്കിയത്. പക്ഷേ ഈ സെക്ഷനിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ മോഡൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ല, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് മോഡലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ എന്താണ് ഇത് രണ്ടിന്റെയും ഡിഫറൻസ്, അതൊന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലെ? സോ അതിനു മുന്നേ ഞാൻ ഒരു മാനുഫാക്ചറിങ് ഫേം ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ഒരുപാട് ടൈപ്സ് ഓഫ് ഫേംസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഫേം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഫേം. തേർഡ് ടൈപ്പ് ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ സർവീസ് ഫേം. ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഫേം അല്ലെ, VKC. VKC എന്ന് പറഞ്ഞ കമ്പനി അല്ലെ, എന്താ അവരെ ഓപ്പറേഷൻസ് എന്താണെന്ന് വെച്ചാൽ അവര് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, അതിനെ സെല് ചെയ്യുന്നു അല്ലെ. അതാണ് മാനുഫാക്ചറിങ് ഫേമിൽ സംഭവിക്കുക അല്ലെ. അവര് ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും, എന്നിട്ട് അവർ ലേബേഴ്സിനെ പഠിച്ചിട്ട് ആ ഷർട്ട് ഉണ്ടാക്കും അല്ലെ. എന്നിട്ട് ആ ഷർട്ട് ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് ചെയ്തിട്ട് അതിനെ സെല് ചെയ്യും. അതാണ് മാനുഫാക്ചറിങ് ഫേമിലെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ട്രേഡിംഗ് ഫേം ആണെങ്കിലോ കുറച്ചും കൂടി അവർക്ക് എളുപ്പം, അവർക്ക് മാനുഫാക്ചറിങ് ചെയ്യണ്ട, അവർ ഓൾറെഡി ഫുള്ളി കംപ്ലീറ്റഡ് എന്താണ് എന്താ പറയാ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരൊരു പ്രോഫിറ്റ് വിൽക്കുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പർ മാർക്കറ്റിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അവരെന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഒരു ലാഭം എടുത്തിട്ട് അവരെന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് വിൽക്കും. ഇനി സർവീസ് ഫേം അല്ലെ, ഐശ്വര്യ വർക്ക് ചെയ്യണ പോലെ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാരൂപ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഇതൊക്കെ ഒരു സർവീസ് ഫേം അല്ലെ. അവർക്ക് പ്രൊഡക്റ്റ് ഒന്നും സെൽ ചെയ്യാനില്ല, അവർ സർവീസ് ആണ് സെൽ ചെയ്യാൻ പോകുന്നത് അല്ലെ. അക്ഷയ സെന്റേഴ്സ് അല്ലെ. സോ ഇതൊക്കെയാണ് ഒരു ടൈപ്പ് ഓഫ് ഫേംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാനുഫാക്ചറിങ് ഫേം ഒന്ന് മൈൻഡിൽ അസ്യൂം ചെയ്യണം. കാരണം മാനുഫാക്ചറിങ് ഫേമിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം റോ മെറ്റീരിയൽ വാങ്ങണം അല്ലെ, അതിന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറണം, ഒരുപാട് ഏറ്റവും കൂടുതൽ പ്രോസസ്സുകൾ നടക്കുന്നത് മാനുഫാക്ചറിങ് ഫേമിലാണ്. സോ നമുക്ക് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ആക്ച്വലി സംഭവിക്കാമെന്ന് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അഥവാ ഗ്രോസ് പ്രോഫിറ്റ് മോഡൽ ഇൻകം സ്റ്റേറ്റ്മെന്റും, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് നമ്മളെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിക്കിന് വേണ്ടി അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള പ്രോസസ്സ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രോസ് പ്രോഫിറ്റ് മോഡൽ ഇൻകം സ്റ്റേറ്റ്മെന്റും, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ അസസ്മെന്റിൽ നമ്മുടെ കമ്പനിയുടെ അകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റും, എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ ഡിഫറൻസ് ആയിട്ട് വേണ്ടത്, ചില കാര്യങ്ങൾ അതിൽ കോമൺ ആണ്, ചെറിയ കാര്യങ്ങൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ അതിനു മുന്നേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഫേം നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, LP എന്ന് പറഞ്ഞ ഒരു ഷർട്ടിന്റെ ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആദിത്യ ബിർള ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് LP. ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് അസ്യൂം ചെയ്താൽ മതി അല്ലെ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്സിന്റെ ക്ലാസ്സിൽ കോസ്റ്റ് ബേസിക്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ.
ഓർമ്മ ഉണ്ടോ? ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, അതർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടോ മുബഷിറ? സർ. ഓർമ്മ ഉണ്ടോ? നമ്മളൊരു മാനുഫാക്ചറിങ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകൾ ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞായിരുന്നു ബേസിക്സിന്റെ ക്ലാസ്സിൽ. ഓർമ്മ ഉണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ LP ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫേമാണ്. ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഫേമാണ് അല്ലെ. ഈ LP എന്ന് പറയുന്ന കമ്പനിയുടെ എന്താ ഓപ്പറേഷൻസ് എന്താ? അവർ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ ഷർട്ട് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അല്ലെ, ത്രെഡ്, ക്ലോത്ത്, പിന്നെ ബട്ടൺസ്, അതൊക്കെ അവർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അവരുടെ ഫാക്ടറിയിൽ ആ ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നു. എന്നിട്ട് അത് സെല് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതാണ് അവരുടെ ഓപ്പറേഷൻ. സോ ഈ ഒരു ഓപ്പറേഷൻസ് അവർ നടത്തുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ്? ഈ കോസ്റ്റുകൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിനെ നമുക്ക് പാർട്ട് 1 പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് 2 സെക്ഷൻ C ഡിസിഷൻ അനാലിസിസ്, ആ ടോപ്പിക്കിലും കോസ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്, ആക്ച്വലി ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല ഈ സെക്ഷനിൽ, എന്നാലും നമുക്കൊന്ന് ബേസിക് ആയിട്ട് നോക്കാം എന്തുകൊണ്ടാണ് ആ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, എന്താണ് അതിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്, എന്താണ് കോമൺ ആയിട്ടുള്ളത്. കുറച്ചേ ഡിഫറൻസ് ഉള്ളൂ, ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടും സെയിം ആവുന്നുള്ളൂ. സോ നമുക്ക് നോക്കാം. സോ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകൾ എന്താണോ? ഓക്കെ അല്ലെ. ഫോർ എക്സാമ്പിൾ ഇവര് ഷർട്ട് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അവർക്ക് റോ മെറ്റീരിയൽ വേണ്ട അല്ലെ. സോ ഞാൻ എന്ത് ചെയ്തു, ഡയറക്ട് മെറ്റീരിയൽ എഴുതി. ഈ DM എഴുതിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവും, ഡയറക്റ്റ് ലേബർ ഉണ്ടാവും അല്ലെ. ഈ മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്ട് മെറ്റീരിയൽ ഉണ്ട്. ഇൻഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു യൂണിറ്റിന് വേണ്ടി ഞാൻ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തെന്ന് എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡയറക്ട് മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എത്ര ക്ലോത്ത് ആണ് യൂസ് ചെയ്തത് എനിക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ടിന് 2 മീറ്റർ ക്ലോത്ത് ആണ് വേണ്ടി. ഓക്കെ, സോ ഈ ക്ലോത്ത് എന്നുള്ളത് ഒരു ഡയറക്ട് മെറ്റീരിയൽ, കാരണം ഈ ഒരു യൂണിറ്റിൽ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ട്രേസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻഡയറക്ട് മെറ്റീരിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ടൈലറിംഗ് മെഷീനിൽ അല്ലെ. ആ ടൈലറിംഗ് മെഷീനിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അല്ലെ, ലൂബ്രിക്കന്റ് ഒഴിച്ചു കൊടുക്കണം അല്ലെ. അതൊരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് എത്ര ഓയിൽ യൂസ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അത് ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ്. സോ നമ്മൾ ഓക്കെ, അത് തൽക്കാലം മൈൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ ബേസിക് ആയിട്ട് മോസ്റ്റ് പ്രോബബ്ലി വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകൾ, ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ മോസ്റ്റ് പ്രോബബ്ലി വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകൾ, അതിലെ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ലേബർ നമുക്ക് ഡയറക്ട് ലേബറും ഇൻഡയറക്ട് ലേബറും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കോസ്റ്റിന്റെ അനാലിസിസ് നിങ്ങൾ പാർട്ട് 2 സെക്ഷൻ സിയിലും അതുപോലെ തന്നെ പാർട്ട് 1 സെക്ഷൻ ഡിയിലും കോസ്റ്റിംഗിലും പഠിക്കും. ആ സെക്ഷന്റെ പേര് തന്നെ കോസ്റ്റ് മാനേജ്മെന്റ് ആണ്. നല്ല രസമുള്ള സെക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഒരു സ്ഥാപനത്തിന് വരാനുള്ള കോസ്റ്റുകൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. നല്ല ഒരു അടിപൊളി സെക്ഷനാണ് കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, സോ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ എല്ലാം ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ കോസ്റ്റ് ആണ് വരിക, രണ്ടിലും വരും. സോ അത് ക്ലാസിഫൈ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ലേബർ. ഓക്കെ, ഷർട്ട് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ലേബേഴ്സ് വേണം അല്ലെ. ഇപ്പോ ലേബർ, ഒരു ടൈലറിന് ഡയറക്ട് ലേബറും ഇൻഡയറക്ട് ലേബറും വരാം. ഓക്കെ, ഇൻഡയറക്ട് ലേബർ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ട് മെറ്റീരിയൽ അല്ല, ഈ മെറ്റീരിയൽ ആണ് ഡയറക്ട് മെറ്റീരിയലും ഇൻഡയറക്ട് മെറ്റീരിയൽ ഉണ്ട്. ഇൻഡയറക്ട് മെറ്റീരിയൽ. ഓക്കെ, ഇൻഡയറക്റ്റുകളൊക്കെ നമ്മളൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ ഞാനൊരു ഹെഡിങ് ചെയ്തിട്ടുണ്ട്, ഓവർ ഹെഡ്. ഓക്കെ, അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകണം അവസാനം, ഇൻഡയറക്ട് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഈ ഡയറക്ട് ലേബറും ഡയറക്ട് ലേബറിന്റെ പോലെ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, ഇൻഡയറക്ട് ലേബർ. സോ എന്താണ് ഈ ഡയറക്ട് ലേബറും ഇൻഡയറക്ട് ലേബറും ഞാൻ പറഞ്ഞല്ലോ. ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് എത്ര ഡയറക്ട് ലേബർ ആയത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ടൈലേഴ്സിന് ഒരു ഷർട്ടിന് 100 രൂപ എന്ന ഒരു രീതിയിലായിരിക്കും അവർ വേജ് വാങ്ങുന്നുണ്ടാവുക.
സോ ഒരു ഷർട്ടിന് 100, 2 ഷർട്ടിന് 200, അങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഷർട്ടിന് വേണ്ടി എത്ര ലേബർ ആയി നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഡയറക്റ്റ് ലേബർ ആണ്. ഇനി ഇൻഡയറക്റ്റ് ലേബേഴ്സ് ഉണ്ടാവും. അതായത് ഒരു ഫാക്ടറിയിൽ ഒരുപാട് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അല്ലെ. ആ സൂപ്പർവൈസേഴ്സിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ലേബേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക, എല്ലാം ഓക്കെ ആണ്, ചുറ്റി ഓടിയാണ് നോക്കുക അല്ലെ. സോ ഈ സൂപ്പർവൈസറിന്റെ സാലറി അതൊരു ലേബറാണ് അല്ലെ, ഒരു ലേബർ കോസ്റ്റ് ആണ്. പക്ഷെ ആ സൂപ്പർവൈസറിന്റെ സാലറി നമുക്ക് ഷർട്ടിലേക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് എത്ര സാലറി സൂപ്പർവൈസറിന് കൊടുത്തു നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ലേബർ എന്ന് അതിനെ വിളിച്ചത്. സോ മെറ്റീരിയലായി, ലേബറായി. ഇനി ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാത്ത അതർ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസ് തന്നെ ഡയറക്റ്റ് അതർ എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, മെറ്റീരിയലും ലേബറും മാത്രം പോരാ ഒരു കമ്പനിക്ക് അല്ലെ. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് അതർ എക്സ്പെൻസ്, മെറ്റീരിയലും ലേബർ അല്ലാത്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഒരു ഡിസൈനർക്കുള്ള കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു എൽപ്പിന്റെ ഷർട്ടുമില് ഒരു എംബ്ലം ഉണ്ട് അല്ലെ, ഷർട്ടിന്റെ പോക്കറ്റിന്റെ അവിടെ. ആ ഒരു ഷർട്ടിന്റെ എംബ്ലം അത് തുന്നണത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണെന്ന് അസ്യൂം ചെയ്യാം. അയാൾക്ക് കൊടുക്കുന്നത് എന്താണ്, ഒരു ഷർട്ടിന്റെ ലോഗോ ഡിസൈൻ ചെയ്യാൻ 5 രൂപ 10 രൂപ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, സോ ഈ ഡയറക്റ്റ് അതർ എക്സ്പെൻസ് അതിന്റെ ഡിസൈനിങ് ചാർജ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസ്, നമുക്ക് ഒരു ഷർട്ടിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസ്. നമ്മുടെ ഫാക്ടറിയിൽ എന്തൊക്കെ കോസ്റ്റ് വേറെ ഈ മെറ്റീരിയൽ ലേബർ അല്ലാണ്ട് വരുന്ന വെച്ചാൽ റെന്റ്, ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി, വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെൻസ് നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഈ മെറ്റീരിയലും ലേബർ അല്ലാത്ത അതർ എക്സ്പെൻസിൽ വരാൻ ചാൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസിൽ. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലും ഏതൊക്കെ രീതിയിലാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസ്. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ, അതായത് നമുക്ക് ഒരു പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, ഓവർ ഹെഡ്സ് എന്ന് വിളിക്കുന്നത്. ഓവർ ഹെഡ്സ് എന്ന് എവിടെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ. ഈ ഓവർ ഹെഡ് തന്നെ നമുക്ക് എന്തുണ്ട്, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ഉണ്ട്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്. ഓക്കെ, സോ ഏത് രീതിയിലാണ് നമ്മൾ ഈ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അതർ എക്സ്പെൻസ്, അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡും സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ റെന്റ്, ഈ ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസിലെ റെന്റ് ഫാക്ടറിയിലുള്ള റെന്റ് ആവാം. ഓക്കെ, സോ ഈ ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ഒരു ഫാക്ടറി ഉണ്ടാവും. ഓക്കെ, ഈ ഫാക്ടറിയിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫാക്ടറിയിൽ അവർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഓപ്പറേഷൻസിലുള്ളതാണ് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം സെല്ല് ചെയ്യുക. ഓക്കെ, പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഇതിനൊക്കെ ഒരുപാട് കോസ്റ്റ് ഉണ്ട്. സെല്ല് ചെയ്യാൻ സെയിൽസിന് സ്റ്റാഫ് ഉണ്ടാവും അല്ലെ, സെയിൽസിന്റെ കോളിംഗ് സ്റ്റാഫ് ഉണ്ടാവും അല്ലെ, പിന്നെ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആ രീതിയിൽ ഉണ്ടാവും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു ഓഫീസ് ഉണ്ടാവും, ഫാക്ടറി. ഈ ഫാക്ടറിയിലാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനൊക്കെ വേറൊരു ഓഫീസ് ഉണ്ടാവും അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലാണ് ഈ സെയിൽസിന്റെ സ്റ്റാഫ് ഉണ്ടാവുക. കാരണം ഫാക്ടറിയിൽ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരും ലേബേഴ്സും സൂപ്പർവൈസേഴ്സും മാത്രം മതി. പക്ഷെ ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലാണ് അത് സെല് ചെയ്യാനുള്ള സെയിൽസ് സ്റ്റാഫ്, ഡിസ്ട്രിബ്യൂഷന്റെ ആൾക്കാർ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലുണ്ടാവുക. സോ ഒരു ഓവർഹെഡുകളെ നമ്മൾ ഈ ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് അതർ എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓവർഹെഡുകളെ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതുപോലെ തന്നെ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഏതിന്റെ രീതിയിലാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു റെന്റ്